അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിനിയൻ സ്റ്റേറ്റസ് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡൊമിനിയൻ സ്റ്റേറ്റസ് എന്ന് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോണോമസ് ആണ് സ്റ്റേറ്റ്സ് എല്ലാം, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എല്ലാം ഓട്ടോണോമസ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. അതേസമയം ദേ ആർ ബൈൻഡിങ് ടു ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അണ്ടറിലായിരിക്കും എന്നുള്ളതാണ് ഡൊമിനിയോൺ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് തൊട്ട് 1950 നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്, അതായത് നമുക്കൊരു രാഷ്ട്ര തലവൻ വരുന്നത്, പ്രസിഡന്റ് വരുന്നത്. അതുവരെയും ഇവിടെ ഡൊമിനിയൻ പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിൽ 1947 ഇൻഡിപെൻഡൻ്റ് ആയെങ്കിൽ പോലും നമ്മൾ ആരുടെ കൺട്രോളിലായിരുന്നു? ബ്രിട്ടൻ ക്രൗണിൻ്റെ കൺട്രോളിലായിരുന്നു. 47 മുതൽ 50 വരെ നമ്മുടെ ബ്രിട്ടൻ ക്രൗണായിട്ടിരുന്ന ആളെന്ന് പറയുന്നത് ജോർജ് ആറാമനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരുന്നു. അതുപോലെ 47 തൊട്ട് 48 വരെ ഒരു വർഷക്കാലം ഗവർണർ ജനറലായിട്ടിരുന്നത് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു ആ സമയത്തുള്ള ഗവർണർ ജനറൽ എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ ആയിരുന്നു എന്ന് നമുക്കറിയാവുന്നത്. അപ്പോൾ 47 തൊട്ട് 48 വരെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 48 തൊട്ട് 1950 വരെ രാജഗോപാലാചാരിയായിരുന്നു ഗവർണർ ജനറലായിട്ട് ഇരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാലാചാരിയാണ്. 1950 വരെ ആയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മൗണ്ട് ബാറ്റൻ. പിന്നെ 48 തൊട്ട് 2 വർഷക്കാലം 1950 വരെ സി രാജഗോപാലാചാരി ആയിരുന്നു ഗവർണർ ജനറൽ. ലേറ്റർ 1947 നമുക്ക് പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അതാരായിരുന്നു? നെഹ്റു ആയിരുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. പക്ഷെ അപ്പോഴും പ്രസിഡന്റ് ഇല്ല. പ്രസിഡന്റ് വരുന്നത് 1950 തൊട്ടാണ്. അപ്പോൾ തൊട്ടാണ് നമ്മൾ എന്താവുന്നത്? കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു പേരാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെത്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച ദിവസം നമ്മൾ പരാക്രം ദിവസമായിട്ടൊക്കെയാണ് ആചരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം സുഭാഷ് ചന്ദ്രബോസിനെ ഓർക്കുമ്പോഴേ നമ്മൾ ഗറില്ല വാർഫെയർ ഒക്കെയാണ് ഓർക്കുന്നത്, അല്ലേ? ബ്രിട്ടനെതിരായിട്ട് ഗറില്ല വാർഫെയർ ഒക്കെ നടത്തിയ ഒരു വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഒരു അധ്യായം ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ജർമ്മനി, ജപ്പാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സുഭാഷ് ചന്ദ്രബോസിനെ ആർമിയുടെ ഹെഡായിരുന്നല്ലോ. അപ്പോൾ ആർമി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ് ജപ്പാനും ജർമ്മനിയും ഒക്കെ. അപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആ ഒരു ഓർഗനൈസേഷനും ഫോർമേഷനും ഒക്കെ തന്നെ, ജപ്പാൻ ആൻഡ് ജർമ്മനി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പുതിയ ഒരു അധ്യായം ആരംഭിച്ചു എന്ന് പറഞ്ഞ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്, ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് ഗാന്ധിജി പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ സ്റ്റഡീസ് ഉപേക്ഷിച്ചിട്ട്, അവർക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം സ്റ്റഡീസ് ഉപേക്ഷിക്കാം, നിർബന്ധിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് ഈ ഒരു സമരത്തിൽ പങ്കാളിയാവാനായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പെസൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലാൻഡ് ലോഡ്സ് ഉണ്ടല്ലോ, ജന്മികൾ, ആൻറ്റി ബ്രിട്ടീഷ് ആണെങ്കിൽ അവർക്ക് മാത്രം എന്ത് ചെയ്യുക? റെൻറ്റ് പേ ചെയ്യുക. അതോ ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സാണ് അവരുടെ ലാൻഡ് ലോഡ്സ് എങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? റെൻറ്റ് പേ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെസൻസിൻ്റെ അടുത്ത്. അതുപോലെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ലീവ് സ്റ്റഡീസ് ഇഫ് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരുടെ അടുത്ത്, അതായത് ഇപ്പോൾ ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് ആർമിയിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട്? ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാന്ധിജി. അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തുള്ള പ്രധാനപ്പെട്ട പ്രമേയം അല്ലെങ്കിൽ റിസല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് വിഡ്രോവൽ ഫ്രം ഇന്ത്യ ആയിരുന്നു. പെട്ടെന്ന് ഉടനടി തന്നെ
ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണം എന്നുള്ളതായിരുന്നു. അതുപോലെ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോർമേഷൻ, ഇന്ത്യ വിട്ട് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ പ്രൊവിഷണൽ ഗവൺമെൻറ്, ഒരു താൽക്കാലികമായിട്ടുള്ള ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോർമേഷൻ അവിടെ വേണം. പിന്നെന്താണ്, ഡു ഓർ ഡൈ മന്ത്ര ബൈ ഗാന്ധിജി, അതും അവർ ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ലോഞ്ച് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അല്ലേ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ലോഞ്ച്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1930 to 34 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കാലയളവിൽ ഉണ്ടായിരുന്നതായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് 1931 ആയപ്പോഴത്തേക്കും ഇത് പകുതിയോളം എന്ത് ചെയ്തു, ഇതിനെ ക്യാൻസൽ ചെയ്തു. അതായത് പൂർണ്ണമായിട്ടും ഇല്ലായിരുന്നു ഇത്. 30 ആയപ്പോൾ തുടങ്ങിയത്, ഒരു 31 ആയപ്പോൾ ഹാഫ് വേ ഇത് ക്യാൻസൽ ചെയ്തു. കാരണം 31 ആയപ്പോഴാണ് അറിയാം ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്നത് 31-ലാണ്, 1931 നടന്നത്. അപ്പോൾ ആ ഉടമ്പടി അനുസരിച്ചിട്ട് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്തു, പകുതിയോളം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു, ക്യാൻസൽ ചെയ്തു. അപ്പോഴും സ്റ്റിൽ ഉണ്ട്. ഇനി 34 ആയപ്പോഴാണ് കംപ്ലീറ്റ്ലി ഇതെന്ത് ചെയ്തത്, ക്യാൻസൽ ചെയ്തത്. പിന്നീട് ഇതിനൊരു തുടക്കം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ടെങ്കിലും ഒരു തുടക്കം വന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. അതാണ് ലോഞ്ച് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം റെസല്യൂഷൻ്റെ പാർട്ടാണ്, അതായത് പ്രമേയം ആ സമയത്തുണ്ടായ അവരുടെ റെസല്യൂഷൻ്റെ പാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ബ്രിട്ടൻകാർ പോകണം, ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് വേണം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പിന്നെ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഏത് വിധേനയും ലോഞ്ച് ആവും. ഇങ്ങനെ പ്രശ്നങ്ങൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും കൊണ്ടുവരും എന്നുള്ളത്. ഇത്രയും പ്രമേയങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയാം. പിന്നെ ഗാന്ധിജിയുടെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത്, പെസൻസിൻ്റെ അടുത്ത്, അതുപോലെ ഗവൺമെൻറ് സെർവൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ റിസൈൻ ചെയ്യരുത്, പകരം എന്ത് ചെയ്യുക, കോൺഗ്രസിൻ്റെ അടുത്തൊക്കെ INCയുടെ അടുത്തൊക്കെ ഒരു അനുഭാവം പുലർത്തുക എന്നുള്ളതായിരുന്നു പറഞ്ഞത്. റിസൈൻ ചെയ്യാനൊന്നും പോണ്ട അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആർമി സോൾജേഴ്സിൻ്റെ അടുത്ത് എന്തായിരുന്നു, ആർമിയിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യൻസിനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല, ഫയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിബന്ധന കൂടി ഗാന്ധിജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്.